ഓക്കെ ഗേസ്, ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിലേ ഒരു ഡിഫൻഡർ കാറൊക്കെ ഉണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ആ കാറില്ലേ അത് പേടായിട്ട് മോഡിഫൈ ചെയ്തു. അതിൽ പുതിയ അലോയ്സൊക്കെ വെച്ചു. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, ഇതാണ് എൻ്റെ പുതിയ മോഡിഫൈഡ് ഡിഫൻഡർ. ഒരു മിനിറ്റ്, ഇതിലെന്തോ മിസ്സിങ് ആണല്ലോ. ഏയ്, ഈ വണ്ടിയുടെ അലോയ്സ് എവിടെയാ ഗൈസ്? ഇത് നോക്കിയേ, അലോയ്സ് കാണാനില്ല. ഇതാരടിച്ചു മാറ്റിയേ ഗൈസ്? ഇന്നലെ തന്നെയാ ഞാൻ ഈ വണ്ടി മോഡിഫൈ ചെയ്ത് പുതിയ അലോയ്സൊക്കെ വെച്ച്. ഇതിൻ്റെ സ്റ്റെപ്പ് വരെ അടിച്ചു മാറ്റിട്ടാ, സ്റ്റെപ്പ് വീല് വരെ അടിച്ചു മാറ്റി. എന്നാലും ആരാണവോ ഈ പണി ഒപ്പിച്ചേ? അയാളെ ഞാൻ വെറുതെ വിടില്ല, അതുറപ്പാ. ഈ അലോയ്സ് പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നേ. 5 ഉണ്ടായിരുന്നു, അതിലൊരെണ്ണം സ്റ്റെപ്പാ. ആ സ്റ്റെപ്പ് വരെ അടിച്ചു മാറ്റി. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാം. ഇനിയിപ്പോൾ അതിനെ നിവൃത്തിയുള്ളൂ. എന്നാലും ആരാണോ എൻ്റെ അലോയ്സ് അടിച്ചു മാറ്റിയേ? എൻ്റെ വീട്ടിൽ പിന്നെ CCTV ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ അത് വെച്ച് കണ്ടുപിടിച്ചാനെ. എത്രയും പെട്ടെന്ന് ക്യാമറ വയ്ക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഓക്കെ, നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്നേക്കാ. ഏയ്, ഇതെന്തത്? ഇവിടെ പോലീസുകാരൊന്നും ഇല്ലേ? ഷേ, ഇതെന്ത് കഷ്ടാണ്. പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരൊന്നും ഇല്ല. ഇവരിത് എങ്ങോട്ടേക്കാണോ പോയേ? ആ, ചിലപ്പോൾ ഒരു മേലുണ്ടാവും കേട്ടാ, മേലത്തെ ഫ്ലോറിലുണ്ടാവും. ഇവിടെ ഇപ്പോൾ അടിയിൽ ആരെയും കാണാനില്ല. നമുക്കപ്പോൾ മേലെ കയറി നോക്കി നോക്കാം. ഇവിടെ മേലെയും ആരെയും കാണാനില്ല കേട്ടാ. പോലീസ് സ്റ്റേഷൻ ഫുള്ള് കാലിയ. അല്ലെങ്കിലും ഇവിടുത്തെ പോലീസിനെ കൊണ്ട് വലിയ ഉപകാരമില്ല. ഉപകാരം ഇല്ലെങ്കിലും ഉപദ്രവം ഉണ്ടാവും, അതിന് ഒരു കുറവില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അലോയ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? അതിനി കിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടാ. ആ അലോയ്സ് ഇനി കിട്ടാൻ പോണില്ല, പോയത് പോയി. ഇനിയിപ്പോൾ പോലീസുകാരാണോ എൻ്റെ അലോയ്സ് അടിച്ചു മാറ്റിയേ? എനിക്ക് സംശയമുണ്ട് കേട്ടാ. നമ്മുടെ സിറ്റിയിൽ പിന്നെ വണ്ടി മോഡിഫൈ ചെയ്യണത് ഇല്ലീഗലാണ്. പക്ഷേ അലോയ്സ് മാറ്റണത് ഇല്ലീഗലല്ല, നമുക്ക് അലോയ്സ് മാറ്റാൻ പറ്റും. ഇത് വേറെ ആരോ അടിച്ചു മാറ്റിയതാ. എനിക്ക് പക്ഷേ ഒരു കാര്യം മനസ്സിലാവണില്ല, ഇവരെന്തിനാ അലോയ്സ് അടിച്ചു മാറ്റിയേ? ഇവർക്ക് ഈ വണ്ടി അടക്കം അടിച്ചു മാറ്റാറുന്നില്ലേ? അതല്ല നല്ലത്. വണ്ടി അടിച്ചു മാറ്റാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആ വണ്ടി ട്രാക്ക് ചെയ്യാൻ പറ്റേ. വണ്ടിയുടെ നമ്പർ വെച്ച് ട്രാക്ക് ചെയ്യാം. ഇതിപ്പോൾ അലോയ്സ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല, പോയത് പോയി. ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടിയിൽ പുതിയ അലോയ്സ് വയ്ക്കാം. നമുക്കിനി ഇത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം. വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാനേ നമുക്കൊരു ട്രക്ക് വേണ്ടി വരും. ഈ കാർ നമുക്ക് ഒരു ട്രക്കിൽ കയറ്റണം, എന്നിട്ട് വേണം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ. ഇവിടെ പിന്നെ ഒരു ഫാക്ടറി ഉണ്ട്, ഇവിടെ നിന്ന് നമുക്ക് ട്രക്ക് കിട്ടേ. ആ, ഇവിടെ ഒരു ട്രക്ക് ഉണ്ട്, ഒരു വലിയ സൈസ് ട്രക്കാ. തൽക്കാലം നമുക്ക് ആ ട്രക്ക് അങ്ങ് എടുക്കാം. ഇത് പിന്നെ നമ്മുടെ സോമൻ്റെ ഫാക്ടറിയാ, അവൻ്റെ ഫാക്ടറിയിൽ ഉള്ള ട്രക്കാ. ഇതെടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്കപ്പോൾ ഈ ട്രക്ക് അങ്ങ് എടുക്കാം. എന്നാലും ഇത് വല്ലാത്തൊരു പണിയായി പോയിട്ടാ, വണ്ടിയുടെ അലോയ്സ് പോയത്. ഇനിയിപ്പോൾ വർക്ക്ഷോപ്പിൽ പോകണമെങ്കിലേ ആ വണ്ടി നമുക്ക് ഈ ട്രക്കിൽ കയറ്റണം, എന്നാലേ വർക്ക്ഷോപ്പിൽ പോകാൻ പറ്റുള്ളൂ. ടയറില്ലാത്ത വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റില്ലല്ലോ, അതും പ്രശ്നം തന്നെയാ. എന്തെങ്കിലും ആവട്ടെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാ. ഈ ട്രക്ക് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം, എന്നിട്ട് ആ ഡിഫൻഡർ ഈ ട്രക്കിൽ കയറ്റാം. എങ്ങനെ ഇപ്പോൾ ട്രക്കിൽ കയറ്റാ? നമുക്ക് തള്ളി കയറ്റേണ്ടി വരും ട്ടാ, അതിനെ പറ്റുള്ളൂ. ആ വണ്ടി ഇപ്പോൾ തള്ളി കയറ്റാനേ എന്തായാലും കുറച്ച് സമയം എടുക്കും. 1 hour later. ഓക്കെ, ഈ വണ്ടി ഞാൻ എങ്ങനെയൊക്കെയോ ട്രക്കിൽ കയറ്റിയേക്കാണ് കേട്ടാ. ഇനിയിപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിൽ പോവാം. ഇവിടെ പിന്നെ അടുത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് എത്ര ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ നേരെ വർക്ക്ഷോപ്പിൽ പോവാം. ഓക്കെ, നമ്മളങ്ങനെ വർക്ക്ഷോപ്പിൽ വന്നേക്കാണ് കേട്ടാ. ഈ വർക്ക്ഷോപ്പിലാണ് ഞാൻ വണ്ടികൾ മോഡിഫൈ ചെയ്യാറ്. ഇനിയിപ്പോൾ നമുക്ക് ഈ വണ്ടി അടിയിലേക്ക് ഇറക്കണം, അതും കുറച്ച് ടാസ്ക്കാണ്, കുറച്ച് സമയം എടുക്കും. എന്നിട്ട് ഈ വണ്ടി പെടായിട്ട് മോഡിഫൈ ചെയ്യാം, പുതിയ അലോയ്സ് വയ്ക്കാം. എന്തായാലും അതിനും കുറച്ച് ടൈം എടുക്കും. 2 hours later. ഓക്കെ,
നമ്മുടെ വണ്ടിയുടെ പണി അങ്ങനെ കഴിഞ്ഞേക്കാണ് കേട്ടാ. നമ്മൾ ഈ വണ്ടിയിൽ പുതിയ അലോയ്സ് വെച്ചു. ഈ കാണുന്ന അലോയ്സ് വലിയ കുഴപ്പമില്ല കേട്ടാ, കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ നമുക്കേ നേരെ വീട്ടിലേക്ക് പോവാം. അയ്യോ, ഈ ട്രക്ക് ഇപ്പം എങ്ങനെ കൊണ്ടുപോവാ? അത് തൽക്കാലം അവിടെ കിടന്നോട്ടെ, സോമനോട് പറയാം. സോമൻ വന്നിട്ട് ആ ട്രക്ക് എടുത്തോണ്ട് പോവും. അതേപോലെ തന്നെ നമ്മുടെ ബൈക്കും. നമ്മുടെ ബൈക്ക് അവിടെ ആ ഫാക്ടറിയിലാണ് ഇരിക്കണേ. നമുക്കിനി അതും എടുക്കണം. അതൊക്കെ നമുക്ക് പിന്നെ എടുക്കാം. ആദ്യം നമുക്കേ വീട്ടിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാ. ഈ വണ്ടിയില്ലേ, അത് നമുക്ക് അകത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യാം കേട്ടാ. അതായിരിക്കും നല്ലത്. നേരത്തെ നമ്മൾ പുറത്തല്ല പാർക്ക് ചെയ്തേ, അതുകൊണ്ട് എൻ്റെ അലോയ്സ് ആരും അടിച്ചു മാറ്റിയേ. ഇനിയിപ്പോൾ ആരും എൻ്റെ അലോയ്സ് അടിച്ചു മാറ്റില്ല, അതുറപ്പാ. ഞാനിവിടെ ബെഡ്റൂമിലെ പാർക്ക് ചെയ്തേക്കണ്. ആരെങ്കിലും അടിച്ചു മാറ്റാൻ വന്നാലേ ഞാൻ ഗണ്ണെടുത്ത് അവരെ തീർത്തളയും. അതൊക്കെ അത്രേ ഉള്ളൂ. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.